പത്തനംതിട്ടയിലെ പുത്തൻ പ്രൊമോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദു ആണെങ്കിൽ ആദർശിനെ വിളിച്ചിട്ട് പറയാണ്, മൂർത്തി ജ്വല്ലറി വഴി കള്ളക്കടത്ത് സ്വർണം സെയിലായിട്ടുള്ള കാര്യം ഉറപ്പാണ്. അതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കള്ളൻ കുടുംബത്ത് തന്നെ ഉള്ളതാണ് എന്ന് പറയാണ്. ആ അസുരനാണ് ഇതിനും പിന്നിലെന്ന് നന്ദു പറയാണ്. നന്ദുവിന് മനസ്സിലാവുകയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ അഭിയാണെന്നും. അതുപോലെ തന്നെ ആദർശിനോട് പറയാണ് ഇതെല്ലാം നടത്തിയത് അഭിയാണെന്നും പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നയനയാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ വിളിച്ചിട്ട് പറയാണ്, അനഘയുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി വിളിച്ചായിരുന്നു. അനഘയ്ക്ക് സുഖമില്ലെന്നും ശ്വാസം മുട്ട് കൂടിയെന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നും. നീ എങ്ങോട്ടൊന്ന് ചെല്ലും മോളേന്ന് നയന പറയുകയാണ്. അങ്ങനെ നന്ദു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് അനഘ കിടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കറിയാം ഇതാരാ ചെയ്തതെന്ന്. അനഘയോട് മാത്രമല്ല, നല്ലവനായ ആദർശേട്ടനോട് വരെ അവൻ നീതികേട് കാണിച്ച്. ഇതൊക്കെ ചെയ്യുന്നത് അവനാണെന്ന് നയനേച്ചിക്കും ആദർശേട്ടനും അറിയാം. അവനുള്ള തക്കമായ ശിക്ഷ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് നന്ദു ആണെങ്കിൽ അനഘയടുത്ത് പറയുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.